ഹലോ, ഞാൻ കോട്ടയം ദേവസ്വം മന്ത്രി വാസവൻ സാർ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്തേക്കണം, കാണുന്നവരൊന്ന് ഷെയർ ചെയ്തേക്കണം. ഇന്നലെ നാഗമ്പടം കോട്ടയം യൂണിയനിലെ നാഗമ്പടം ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഈ 102 കോട്ടയം യൂണിയനിൽ 102 103 ശാഖകളുണ്ട്. അതിൽ തെക്കും പടിഞ്ഞാറും കിഴക്കും അങ്ങനെ 4 ദിക്കിൽ നിന്ന് ഓരോ ദിവസം താലപ്പൊലി പോകുന്നത് ഈ തിരുനഗര മൈതാനം, അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ മൈതാനത്തിൽ നിന്നാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളോടൊക്കെ പറഞ്ഞ് 4 ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുമരകത്തു നിന്നാണ് പോയത്. അപ്പം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി 3:30 ഇറങ്ങി 5 ഇവിടുന്ന് വണ്ടി വിട്ടത്. അവിടെ ചെന്ന് അപ്പം എല്ലാവർക്കും യൂറിൻ ഷെഡിൽ പോകണമല്ലോ, അതിന് വേണ്ടി ചെന്നപ്പോൾ ഇവിടെ ബാത്റൂം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അടുത്തുള്ള ഭാരത് ഹോസ്പിറ്റലിലോട്ട് കുറേ പേര് പോയി. കുറേ പേര് താഴത്തെ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അവിടെ കാണുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെയും തുറന്നിട്ടിരിക്കും. അപ്പോൾ അവിടുത്തെ ഭാരവാഹികൾ പറഞ്ഞു, അയ്യോ മറ്റിടത്ത് എപ്പോഴും തുറന്നിടുന്നതാണല്ലോ, പിന്നെ എന്നാ ചോദിച്ചു ഇവരോട്. അത് കഴിഞ്ഞപ്പം ഞാൻ അവിടെ ചെന്ന് അമ്പലത്തിനകത്ത് കയറി ചെന്ന് ചോദിച്ചു, ഇതിൻ്റെ ഭാരവാഹികൾ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു. അപ്പം പുള്ളി ഞാൻ പറഞ്ഞു, ഞാൻ ബാത്റൂമിൽ നിന്ന് പൂട്ടി, ഇത്രയും ജനങ്ങൾ വരുന്നല്ലേ, എന്തിനാണ് ബാത്റൂമിൽ പൂട്ടിയിട്ടെന്ന് ചോദിച്ചപ്പം പറയുക, അതേ ചേച്ചി എന്നും തുറന്നിടുന്നതാണ്, ഇന്നേ അതിനകത്ത് കള്ളു കുടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചേച്ചിക്ക് വേണോ എങ്കിൽ ഇന്നാന്നും പറഞ്ഞ് എൻ്റെ ഈ താക്കോല് തന്നു. എൻ്റെ കാര്യം സാധിച്ചു. അപ്പോൾ ഓടുന്ന ഇത് കണ്ടുകൊണ്ട് ആൾക്കാരെല്ലാം ഓടി വന്ന് അതിനകത്ത് കയറി അതിന് പോരുകയും ചെയ്തു. താക്കോൽ ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞു. അപ്പം അവർ കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ കൊടുത്തോളാമെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞ് ഇത്രേ ഉള്ളൂ. 1000-ന് മേളിൽ ആൾക്കാർ ഇന്നലെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ ആരും പറഞ്ഞിട്ടല്ല, അമ്പലത്തിന് വേണ്ടി 30 രൂപ ഞാനും നേർച്ച ഇട്ടു. അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ കൂടുതലാണ് രൂപ ആൾക്കാർ അവിടുന്ന് ഒത്തിരി പേര് വഴിപാട് എഴുതുന്നതൊക്കെ ഞാൻ കണ്ട്. അപ്പോൾ 1000 ഗുണം 30 വെച്ചായാലും 30,000 രൂപ ആ ദിവസത്തിൽ കിട്ടിയിരിക്കുവാണ്. അപ്പം അല്പസമയം ആ ബാത്റൂം തുറന്നിട്ടാൽ അതിന് വേണ്ട വെള്ളമോ അല്ലെങ്കിൽ അത് തേച്ച് കഴുകാൻ വേണ്ടിയുള്ളതോ അതിൻ്റെ 100 ഇരട്ടി പൈസ കിട്ടിയില്ലേ, പിന്നെ വൃത്തികേട് കാണിച്ചത് എന്തിനാന്ന് ഒന്ന് ചോദിക്കണം. ഇന്നും വരുന്നുണ്ട്, നാളെയും ഉണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് മനുഷ്യനുണ്ടാക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വന്നത്.